ഈ ജാതി കൊല വെട്ടണമെങ്കിൽ 10 പൈസ ചെലവില്ലാതെ ഇതേമാതിരി കിട്ടേണ്ട രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ ഇനി അതൊന്നും ഞാൻ കണ്ടു നോക്കാം കേട്ടോ. ഇതിലൊന്നും 10 പൈസ ചെലവില്ല. നമ്മുടെ വീട്ടിലെ സാധാരണ വളം. എങ്ങനെയുണ്ട് നോക്കിയാൽ കൊല നന്നായിട്ടില്ലേ? കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ നട്ട് കുറച്ച് വാഴകളുണ്ടായിരുന്നു. അതിന്റെ ഒരു 3-4 കൊല ഇന്ന് വെട്ടാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അത് വെട്ടിയിട്ട് അതിനെ ഞാൻ ചെയ്യുന്ന രീതി, വാഴ കന്ന് പറിച്ച് വെക്കുന്ന രീതികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാടാ. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വാഴക്കൊല വെട്ടാം. അപ്പൊ അതുപോലെ ഞാൻ ഇതിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് ആദ്യം വെട്ടാം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുണ്ട്, അതും വെട്ടാം. നമ്മള് വാഴക്കൊല വെട്ടാൻ പോവാണ് കേട്ടോ. അപ്പൊ കയ്യിലേക്കൊരു താങ്ങ് കിട്ടാൻ ബുദ്ധിമുട്ട് കൂടുതലാണ്, കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ വെട്ടാട്ടായത് തന്നെ. എന്നിട്ട് നമുക്ക് അടുത്തത് പിന്നെ വെട്ടാം. അമ്മച്ചി കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ കായ ഉണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാവരും ചെയ്യുന്ന രീതിയൊന്നും അല്ല കേട്ടോ എന്റെ രീതി. അപ്പൊ അത് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. 2 രീതി ചന്ദ്രപ്പഴക്ക് അടിപൊളിയില്ലേ? അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മ വെട്ടിയ വാഴയില് പറിച്ച കന്നുകളാണ് ഈ കാണുന്നത് കേട്ടോ. അതിന്റെ വേസ്റ്റും സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ നടണമെങ്കിൽ നടാം. അതിൽ ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നടാനുള്ളതാണ്. ഞാൻ ഒരിക്കലും കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യം വാഴ ഒരെണ്ണം കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഒക്കെ ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് പറിച്ചതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി ജൈവ വളമായിട്ട് മാറും അല്ലേ. പിന്നെ അതിൽ ഒരെണ്ണം ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെ സാധാരണ ആൾക്കാരിൽ എല്ലാം പറിച്ചതിന് ശേഷം സാധാരണ നല്ല കർഷകരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അത്ര നല്ലതല്ല. മനസ്സിലായില്ലേ? ഞാൻ കർഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദായം കിട്ടണം. ഞാൻ അതാ നോക്കുന്നുള്ളൂ. പൈസ ചെലവില്ലാതെ നമുക്ക് എങ്ങനെ ആദായം ഉണ്ടാക്കാന്നുള്ളത് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇതിനെ ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഇതിനെ പറക്കില്ല. ഞാൻ അതും കൂടി കാണിക്കണ്ടേ. നമ്മള് 10 പൈസ നമുക്ക് ചെലവില്ല. ഒരു വാഴക്കന്ന് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വാഴകൾ ഉണ്ടാക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ കടക്ക് തന്നെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് ഉപകാരപ്പെട്ട സാധനങ്ങൾ വെച്ച് അതിന്റെയും ആദായം എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഒരു വാഴക്കന്ന് വെച്ച് അതിപ്പോ നമുക്ക് വലിയ കൊലയെ കിട്ടും എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഒരു വാഴ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ചോട്ടിന്ന് സ്ഥലം പോവാതെ നമുക്ക് വേറെ എന്തെല്ലാം ആദായം എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാം. ഇതാ അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ആ വാഴക്കടയമ ഉണ്ടായ ഞാൻ നട്ടിരുന്ന പൊന്നാങ്കണ്ണി ചീരയാണത്. അപ്പൊ ഇതും എനിക്ക് കറി വയ്ക്കാൻ കിട്ടിയിരുന്നു. അപ്പൊ ഇനി ഇത് വേറെ പറിച്ചതിന് ശേഷം വീണ്ടും നടണം. അങ്ങനെയൊക്കെയാണ് നോക്കണം. ഇത് പച്ചമുളകിന്റെ കട. ഓരോ സ്ഥലം നമ്മൾ പാഴാക്കാൻ പാടില്ല. അവിടെയൊക്കെ നമ്മൾ ചെയ്യാറായിരിക്കണം. ഇടാ ഇതിങ്ങനെ എടുത്തതിന് ശേഷം എടുത്തില്ലേ, ഇതിന്റെ വേസ്റ്റുകൾ, അതായത് പെട്ടെന്ന് അലിഞ്ഞു പോകാൻ പറ്റുന്ന വേസ്റ്റുകൾ എടുക്കുക. അല്ലാത്തത് വേണ്ട കേട്ടോ. അല്ലാത്ത നമുക്ക് വേറെ രീതിയിലുള്ള ജൈവവളം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന സാധനം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേസ്റ്റുകള്, നമ്മുടെ പറമ്പിൽ കിടക്കുന്ന വേസ്റ്റുകളായാലും അടിച്ച് എടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഇതിന്റെ കടക്ക കൊണ്ടുവന്ന് വെക്കുക. ഇങ്ങനെ വെക്കുന്നതിന്റെ 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നല്ല, ഒന്ന് നമ്മൾ ഇത് ചീഞ്ഞ് വളയി കിട്ടും. 2 നമ്മൾ ഇടാൻ പോണ സാധനം എലി വന്ന് തിന്നാൻ ചാൻസ് ഉണ്ട്.
ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എലി വരവ് കുറവായിരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും മെയിൻ വളം. ഏറ്റവും മെയിൻ വളമാണ് കാണുന്നത്. എൻ്റെ വീട്ടിലെ ഒരാഴ്ചയിലത്തെ അടുക്കള വേസ്റ്റാണ് മൊത്തം ഉണ്ട്. പച്ചക്കറി, മുട്ടത്തുണ്ട്, ഭക്ഷണം കഴിച്ച വേസ്റ്റ്, മീൻ കഴിയ വെള്ളം ഒക്കെ ഉണ്ട് കേട്ടാ. അതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ കടയ്ക്ക് കണ്ടിടാം. എടാ ചക്കത്തൊണ്ട് വരെയുണ്ട്. അതിട്ടില്ലേ? അതിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ വീണ്ടും നമ്മൾ ഇതന്നെ ഇടണം. കാരണം എലിശല്യം ഉള്ള സ്ഥലത്ത്, ഇവിടെ കുറവാണ്, ഉള്ള സ്ഥലത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എലികൾ വരുന്നത് കുറയും. നമുക്ക് ഇതിന്റെ മേലെ മണ്ണ് വണ്ടിയിടാം. നമ്മളിത് ഇതേമാതിരി ഇപ്പം മണ്ണിട്ടില്ലേ, നമ്മൾ വളം ഇട്ടു, കരയിലിട്ടു, അതിൻ്റെ വേസ്റ്റ് ഇട്ടു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ കടപ്പം ഇവിടെ വെറും വേസ്റ്റാണ്, ഒരു സ്ഥലം ഉപയോഗമായിട്ട് കിടന്ന സാധനം. അപ്പം നമുക്ക് അവിടെ എന്താണോ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റണേ പച്ചക്കറി, അത് നമുക്ക് കുത്തി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കായാവുമ്പോഴേക്കും നമുക്ക് വേറെ ഇതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനുള്ള എൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഇപ്പം അങ്ങനെ ചെയ്ത് നടന്ന്, ഇല്ലെങ്കിൽ നമുക്ക് വെണ്ട തെയ്യോ അങ്ങനെ ചീരയോ വേറെ ചീരയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് അത് ആ നേരം വരെ നമുക്ക് കറി വെക്കാൻ വേറെയും കിട്ടും. 2 പച്ചമുളക് തൈ ഇട്ടാലും 10 മാസം നിൽക്കുള്ളൂ. കാരണം കൊല വരുമ്പോൾ വെട്ടണ്ടേ. അപ്പം അത് പച്ചമുളക് വെക്കാണ്ടിരിക്കാൻ നല്ലത്. വെണ്ടക്കായ വെക്കാം, വേണമെങ്കിൽ 2 മണി പയറിടാം, ഒക്കെ ചെയ്യാട്ടോ. ഇതാണ് എൻ്റെ നേന്ത്രവാഴ കൃഷി എന്ന് പറയുന്ന സാധനമാണ്. ഒരു ഐറ്റംസ്, അതായത് വാഴക്കൊല വെട്ടുമ്പോൾ ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇനി നമ്മുടെ ഈ വളങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ വളം ഇടുക ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം. അത് പിണ്ടിക്ക് നല്ല കായ വരേണ്ട, അത് കൊലയ്ക്കേണ്ട ടൈമിൽ 2 മാസം മുമ്പ് ഒരു 2 ചട്ടി ചാണിടാം. 2 ചട്ടി ചാണം ഇട്ടും കാഞ്ഞിട്ട് ഇതേമാതിരി തന്നെ നമ്മുടെ പറമ്പിലെ വേസ്റ്റ് കാര്യങ്ങൾ ഇട്ടും കാഞ്ഞിട്ട് മൂടാം. വേനപ്പകലാവുമ്പോൾ ഒന്ന് നനച്ചും കൊടുക്കുക മതി. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു കേടും വരില്ല. ഞാൻ വെട്ടിയ കൊല മാതിരി നിങ്ങൾക്ക് വെട്ടാൻ പറ്റും. അത് ഞാൻ പറയുന്നത് കേട്ടോ. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ടൈപ്പ് ഞാൻ നടുന്നുണ്ട്. ഇതിൽ പറച്ച തൈയുണ്ടല്ലോ, അത് വേറെ ഞാൻ നടും. അത് വേറെ രൂപത്തിൽ കാണിക്കും. ഇടാ, ഇതിന്റെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിൽക്കാൻ്റെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേര് ചെത്തിക്കളയണം കേട്ടോ. ചെത്തിക്കളഞ്ഞിട്ട് ഞാൻ വെക്കാറ്. പണ്ട് അച്ഛനൊക്കെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തിക്കളയുന്നതിന് ശേഷം ഇവിടെ വെച്ചാണ്ട് മുറുക്കി. ഈ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ട് തല്ലി ചതച്ച് വെയിലത്ത് വെച്ച് ഉണക്കി 5-10 ദിവസം കഴിഞ്ഞിട്ടേക്കാണ് അച്ഛനൊക്കെ കുഴിച്ചിരുന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ കുറച്ച് ഫാസ്റ്റാ, ഞാനതൊന്നും ചെയ്യാറില്ലേ. ഞാനപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ടൈം വേസ്റ്റ് ആക്കണേ എന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് അങ്ങനെ ദോഷങ്ങൾ വരാറുമില്ല. അപ്പോൾ ഞാൻ കുഴിയൊക്കെ മുമ്പ് എടുത്തിട്ടുണ്ട്, കുമ്മായൊക്കെ ഇട്ടെങ്കിൽ കുഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ മഴ വന്നപ്പോഴേ ഇത് അങ്ങോട്ട് കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്കൊരു സെൻറ്ററിൽ ഇങ്ങനെ ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം അപ്പോൾ 2 അടുത്ത് അയച്ചു വെക്കണോട്ട് എന്തായാലും. കാരണം അല്ലെങ്കിൽ
മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതകളുണ്ട്. ഈ വാഴ ഇതിങ്ങനെയാണ്ട് വെച്ചതിന് ശേഷം നമ്മളാ ചെയ്ത മാതിരി തന്നെ കുറച്ച് കരിയിലേക്ക് ഇടാം. ഇതിൽ നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം അത് ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. സാധാരണ ആൾക്കാരിലേക്ക് ഇതെന്ത് ഇങ്ങനെയൊക്കെ നടണേന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ചെയ്തു വരുന്ന ശീലമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇന്നേ വരെ എനിക്കൊരു ദോഷം സംഭവിച്ചില്ല കേട്ടോ. അതുകൊണ്ട് പൈസ വളരെ കുറവല്ല, നമുക്കൊന്നും വേണ്ട, വേറെ വളങ്ങളൊന്നും വേണ്ട. ആകെ കൂടി ആ കൊലയ്ക്കണ നേരത്ത് 2 ചട്ടി ചാണകം വേണം. പിന്നെ ഒക്കെ ഇതേമാരത്തെ വേസ്റ്റ് തീ ഇടുമ്പോൾ കാര്യങ്ങൾ ചെയ്യുക. ഇത് കൂമ്പെടുത്ത് വന്നതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പം ചെയ്തില്ലേ അതേമാരത്തെ ആ വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ കൊലക്കാറാണെങ്കിലും ഒരു 5-8 മാസം കഴിയുമ്പോൾ 2 ചട്ടി ചാണകം ഇതേമാതിരി ചെയ്തിടുക. വേറെ ഒരു വളം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. ആ വെട്ടി കൊലകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്കും ഇത് ഫുള്ള് കുഴി നികത്തണ്ട കേട്ടോ. ഇത് മണ്ണ് അലിഞ്ഞു പൊക്കോളും. അപ്പം നമുക്കിത് വേനൽക്കാലം അതിൻ്റെ വലിയ മഴ വരുന്ന നോക്കിയാലേ വേനൽക്ക് നനയ്ക്കാനും പറ്റും. അപ്പോഴേക്കും അലിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് കടയിൽ മുറച്ച് കിട്ടും. വേനൽക്കാലത്തൊരു കാര്യമുണ്ട്, കട ഉറച്ച് നല്ല കുഴിയിൽ നിന്നില്ലെങ്കിൽ മറിഞ്ഞു വീഴും. അപ്പം ഇതാണ് എൻ്റെ ഇങ്ങനെ നടുന്ന രീതി. 2 തരത്തിൽ ഞാൻ നട്ട് കാണിച്ചിരുന്നില്ല. ഇനി വേണമെന്ന് വേറെ തരത്തിൽ നടന്നത് അച്ഛനീ ഞാൻ പറഞ്ഞ മാതിരി ഉണക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എന്നാൽ ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ കാണിക്കാത്തത്. അപ്പം ഇതും നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വരും, നന്നാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്ന് രീതി കൃഷിയിലൊന്ന് മാറ്റി ചിന്തിക്കുന്നതല്ലല്ലോ എപ്പോഴും. അടിപൊളിയായിട്ടുണ്ടാവും. ഓക്കെ. അതേമാതിരി തന്നെ നമ്മൾ ഈ വാഴ വെക്കുമ്പോൾ വാഴ കന്നുമ്മ വേണമെങ്കിൽ കുമ്മായം തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പുളിഞ്ചാരത്തിൽ മുക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ കുഴിയിലെടുത്ത് വെക്കാം. ഞാനപ്പോൾ കുമ്മായം അത് ചേർക്കാൻ എന്താ വെച്ചാൽ ഞാൻ കുഴിയിലെ മുന്നേ തന്നെ കുമ്മായം ഇട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും പറ്റാറില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ കുമ്മായും ഇതും വെട്ടി ചെയ്യുക. ഇപ്പോൾ ഞാൻ വെച്ചതിൻ്റെ കടയ്ക്ക് കന്നുമ്മ നിങ്ങൾക്കൊന്ന് പരട്ടണോണ്ടും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ കേടുപാടുകൾ പോകാൻ നല്ലതാണ്. അതൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെയാണ് നമുക്ക് ലാഭം, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ സ്വയം ചെയ്യുക. അതാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും നമ്മുടെ ആദായവും. ഓക്കെ.